പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഇന്ത്യ ഫുട്ബോൾ ടീം കോച്ചായിട്ടുള്ള ഇഗോർ സ്റ്റിമാച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം സ്റ്റിമാച്ചിന്റെ കീഴിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഇന്ത്യ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചിരുന്നത്. സ്റ്റിമാച്ചിന്റെ കീഴിലാണ് ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് ഒരുപാട് പിന്നിലേക്ക് വന്നത്. സ്റ്റിമാച്ചിന്റെ കീഴിൽ ഗോൾ സ്കോർ ചെയ്യാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റിമാച്ചിനെതിരെ ആരാധകരിൽ നിന്ന് രൂക്ഷ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റിമാച്ചിനെ പുറത്താക്കണമെന്ന ആവശ്യമായിട്ട് ഇന്ത്യ ഫുട്ബോൾ ആരാധകരും രംഗത്തെത്തുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ സ്റ്റിമാച്ചിനെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ മാർക്കസ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സാണ് AIFF സ്റ്റിമാച്ചിനെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് നല്ലൊരു ഡിസിഷൻ തന്നെയാണ് ഇത്. ഇഗോർ സ്റ്റിമാച്ചിന് ഒരുപാട് സമയം കൊടുത്തെങ്കിലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ത്യൻ ടീമിലെ പുതിയ കോച്ച് ആരാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. സ്റ്റിമാച്ചിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം ഉടനെ തന്നെ ആരംഭിക്കും. ജൂലൈ 3 മുതൽ ജൂലൈ 22 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ ഉണ്ടാവുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, തായ്ലൻഡിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 ആഴ്ചക്കുള്ളിൽ തന്നെ 3 ഫ്രണ്ട്ലി മത്സരങ്ങളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുക. മറ്റൊരു കാര്യം, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈയിടയ്ക്ക് ചില യുവ താരങ്ങളുടെ സൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ താരങ്ങളെയൊക്കെ പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനായിട്ട് കൊണ്ടുപോകുമെന്നാണ് KL11 റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മുഴുവൻ സൈനിങ്ങും കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ സ്ക്വാഡ് ഇറക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുതിയ സൈനിങ്ങിന്റെയൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് ഡയറക്ടർ നിഖിലും ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച തയ്യാറെടുപ്പുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴേ നടത്തി തുടങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.